മെഡിക്കൽ കോഴ ആരോപണത്തിൽ ബിജെപിയെ പ്രതിരോധത്തിലാക്കി വർക്കലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉടമ ഷാജിയുടെ മൊഴി. മെഡിക്കൽ കൌൺസിൽ അംഗീകാരത്തിനായി സതീഷ് നായർക്ക് പണം കൈമാറിയെന്നും ബിജെപി നേതാവ് ആർ.എസ്. വിനോദാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചതെന്നും ഷാജി വിജിലൻസിന് മൊഴി നൽകി. ബിജെപി നേതാക്കൾ മൊഴി നൽകാൻ എത്തിയില്ല. മെഡിക്കൽ കൌൺസിൽ അംഗീകാരത്തിനായി പണം നൽകിയിട്ടില്ലെന്ന് വിവാദത്തിന്റെ തുടക്കത്തിൽ പ്രതികരിച്ച ഷാജി വിജിലൻസിന് മുന്നിൽ നിലപാട് മാറ്റി. കൺസൾട്ടൻസി എന്ന നിലയിലാണ് സതീഷ് നായർ തന്നെ സമീപിച്ചത്. ബിജെപി സഹകരണ സെൽ കൺവീനർ ആർ.എസ്. വിനോദിന്റെ ഉറപ്പിന്മേലാണ് സതീഷ് നായർക്ക് പണം കൈമാറിയതെന്നും ഷാജി വിജിലൻസിന് മൊഴി നൽകി. കൺസൾട്ടൻസിയായി നിങ്ങളെ വെക്കണമെങ്കിൽ നിങ്ങളെ എനിക്ക് പരിചയമില്ല, ആരുണ്ട്, ലോക്കലായി പരിചയമുള്ള ആരുണ്ട് എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെയാണ് ഇവിടെ വേണാട് കോപ്പറേറ്റീവ് ബാങ്ക് നടത്തുന്ന ആർ.എസ്. വിനോദ് എന്ന് പറഞ്ഞ ഒരാളിനെ അവർ പരിചയപ്പെടുത്തുന്നത്. അയാൾ എന്നെ വന്ന് കാണുന്നതും അപ്പോൾ എൻ്റെ കൺസൾട്ടൻറ്റിനെ കാണാൻ പറയുന്നു. അവർ തങ്ങളിൽ കാര്യങ്ങളെല്ലാം നടത്തുകയായിരുന്നു. ഇടപാടിനായി മറ്റ് ബിജെപി നേതാക്കളെ താൻ ബന്ധപ്പെട്ടിട്ടില്ല. താൻ നേരിട്ട് പരാതി നൽകിയിട്ടില്ലെന്നും ബിജെപി അന്വേഷണ കമ്മീഷൻ വിളിച്ചു വരുത്തി തന്നിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നുവെന്നും ഷാജി പറഞ്ഞു. വാഗ്ദാനം ചെയ്ത സേവനം ലഭിക്കാത്തതിനാൽ സതീഷ് നായർക്കെതിരെ കേസ് നൽകും. പണമിടപാടിന്റെ രേഖകളുമായി 26-ന് വീണ്ടും ഹാജരാകാൻ വിജിലൻസ് ഷാജിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബിജെപി നേതാക്കളായ ശ്രീശൻ, എ.കെ. നസീർ എന്നിവർക്കും വിജിലൻസ് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇരുവരും ഹാജരായില്ല. നോട്ടീസ് ലഭിച്ചില്ലെന്നാണ് വിശദീകരണം. മീഡിയ 1 തിരുവനന്തപുരം.